ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്ന് കേട്ടിട്ടുണ്ടോ? അത് മിക്കവരുടെയും തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന. ഇന്ന് നമ്മളോട് പലരും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നാളെ ചിലപ്പം അവർക്ക് അത്രയും ചേർമ വന്നു എന്നിരിക്കില്ല, അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർ ഓർത്തു വെച്ചിരിക്കാം. ഈ അകന്നു പോയി കഴിയുമ്പം നമ്മൾ വിളിക്കാത്തത് എന്തേ, അല്ലെ അവരെന്തേ വിളിക്കാത്ത എന്നിങ്ങനെയൊക്കെ ഓർത്ത് കുറച്ച് നാളിരുന്ന് കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അവർ മറ്റുള്ളവരോട് പറഞ്ഞതായിട്ട് നമുക്ക് അറിയാനും പറ്റും. അതായത് കാരണം ഒരു ചെറിയ നിസ്സാര കാര്യം മതി, ഒന്നും മിണ്ടാതിരുന്നാൽ മതി, ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അവർ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളില്ല. നമുക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലോക്കറിൽ അത് സൂക്ഷിച്ചു വെച്ചേക്കുക. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഷമിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച്, അത് നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. നമ്മൾ വിചാരിക്കും നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാലാണ് ആശ്വാസം കിട്ടുന്നതെന്ന്. അങ്ങനെ പറഞ്ഞാലൊന്നും ഒരു കാലത്തും ഒരു ആശ്വാസവും കിട്ടിയില്ല. അത് അവർ നമ്മളെ നോട്ട് ചെയ്തു വെക്കുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ സംസാരിച്ച് നമ്മൾ അതിന് തീരുമാനം കണ്ടെത്തുക. അതിന് ഒന്നെങ്കിൽ ഒരു കടലാസിൽ എഴുതി അത് കീറിക്കളയുക, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കരഞ്ഞു തീർത്തോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് പറഞ്ഞോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു തീർക്കുക. അല്ലാതെ നമ്മൾ അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നീട് നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ടതായിട്ട് അവസരങ്ങൾ വരും. അവരോട് പറഞ്ഞല്ലോ, അവർ മറ്റുള്ളവരോട് പറഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി നമ്മൾ മറ്റുള്ളവരോട് ഓരോ കാര്യങ്ങൾ പറയുന്ന സ്വഭാവം മാറ്റിവെക്കുക കേട്ടോ.